വരികയും ചെയ്തു. 30 ദിവസമൊക്കെ നീണ്ടു നിന്ന പീരിയഡ്സ് 5 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും പീരിയഡ്സ് സ്റ്റാർട്ടാവുകയും ഇങ്ങനെ പീരിയഡ്സ് കണ്ടിന്യൂസ്ലി വരാൻ ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോയി, ടയേർഡായി. ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജാഫി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും UK-യിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സിന് വേണ്ടിയാണ് ഞാനവിടെ പോകാനിടയായത്. മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ എനിക്ക് ജോലി കിട്ടുന്നില്ലായിരുന്നു. ഫുൾ ടൈമായിട്ടും പാർട്ട് ടൈമായിട്ടും എനിക്ക് ജോലി ഇല്ലാതെ കഷ്ടപ്പെട്ട് ഫൈനാൻഷ്യലി ഭയങ്കര ആയിട്ട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്തായിരുന്നു എൻ്റെ അമ്മ കൃപാസനത്തെക്കുറിച്ച് പറയുകയും എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നെങ്കിലും ഒരു രീതിയിലും ഞങ്ങൾക്ക് അവിടുത്തെ ചിലവുകൾ മാത്രം ചുരുങ്ങിയ രീതിയിൽ നടത്തി പോവുകയല്ലാതെ ബാക്കി എല്ലാ രീതിയിലും ഞങ്ങൾ പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും അമ്മ എന്നോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കാൻ പറയുകയും അച്ഛൻ്റെ ധ്യാനം എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യുകയും ചെയ്തു തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിയില്ലാത്തതിനാൽ ഞാനപ്പം വീട്ടിൽ ഇരുന്ന് എല്ലാ ദിവസവും ഈ ധ്യാനം പഴയ ധ്യാനങ്ങളൊക്കെ എടുത്തെടുത്ത് അച്ഛൻ്റെ കാണുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ മുടക്കാതെയും ചെല്ലുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്തു. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തു. പെട്ടെന്നാണ് ഒരു സ്ഥലത്തു നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ കൂടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലിയിലെ ആ ചേച്ചിയുടെ ബാഗിൽ ഞാൻ കൃപാസന പത്രം കാണാനിടയായി. ആ കൃപാസന പത്രം അത് സ്വന്തമായി കിട്ടത്തില്ലെന്ന് എനിക്ക് മനസ്സിലായതോടെ ഞാൻ അത് എൻ്റെ പ്രിൻ്ററിൽ ഞാൻ പ്രിൻ്റ് എടുത്ത് പത്രത്തിൻ്റെ കോപ്പി ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അവർ ചോദിച്ചില്ല. അവിടുത്തെ മാനേജർ എന്നോട് പറഞ്ഞു, അടുത്ത ദിവസം ജോലിക്ക് കയറാം, ധൈര്യമായി പോന്നോളാൻ പറഞ്ഞു. അന്ന് തന്നെ മാതാവിനോടും ഈശോയോടും ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞെങ്കിലും ഉടമ്പടി ഞാൻ അന്ന് എടുത്തില്ല. കാരണം എനിക്ക് ഭയങ്കര ഒരു ധൈര്യക്കുറവും ഒരു പേടിയുമായിരുന്നു. ഞാൻ ഉടമ്പടി ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടിരുന്ന വ്യക്തിയായിരുന്നു. കാരണം നിറവേറ്റാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? UK-യുടെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഒരുപാട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ജോലിക്ക് പോകാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിലെ ലാൻഡ് ലോർഡ് എന്നോട് പറഞ്ഞു, വീട് മാറണം, നിങ്ങൾക്കിനി ഇവിടെ താമസിക്കാൻ പറ്റില്ല, ജൂൺ വരെ സമയം തരാം, അതിനുള്ളിൽ നിങ്ങൾ മാറണമെന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങളെല്ലാ രീതിയിലും തകർന്നു പോയി. ഞങ്ങൾക്കൊരു രീതിയിലും എങ്ങനെ കണ്ടെത്തുമെന്ന് ഒരു പിടുത്തവും ഇല്ലാതെ ഞങ്ങൾ എല്ലാം കാണുന്ന എല്ലാ വീടും വ്യൂ ചെയ്യാൻ പോവായിരുന്നു. പക്ഷെ ഒന്നും ശരിയാവുന്നില്ലായിരുന്നു. ആ സമയത്ത് അച്ഛൻ്റെ ധ്യാനത്തിൽ ഈ പ്രേക്ഷിത പ്രവർത്തനവും പുണ്യപ്രവർത്തികളും ഒക്കെ ഞാൻ ചെയ്യുന്നവരുടെ കാര്യം അച്ഛൻ പറയുമ്പോൾ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ. പക്ഷെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ അതല്ല. അതുകൊണ്ട് ഞാൻ മാതാവിനോട് തന്നെ പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു വഴി കാണിച്ചതാ. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് വേറൊരു കെയർ ഹോമിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന എനിക്ക് അവിടെ വേക്കൻസി ഉണ്ട്, നീ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, അമ്മേ മാതാവ്, ഇതൊരു കെയർ ഹോമാണ്. അപ്പം അവർ പറഞ്ഞു, ഒരു മെൻ്റൽ ഡിസേബിൾ കെയർ ഹോമാണ്, ഭയങ്കര പാടാണ് അവിടെ ജോലി ചെയ്യാൻ, താല്പര്യം ഉണ്ടെങ്കിൽ മതി എന്ന് എന്നോട് പറഞ്ഞു. ഞാനതെൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇത് മാതാവ് തരുന്ന ഒരു അവസരമാണ്, നീ അത് കളയല്ലേ, ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ച് ആ ജോലി ഏറ്റെടുത്തു. അവിടെ ഞാൻ സേവനം ചെയ്തു തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഒന്നും ശരിയാവുന്നില്ല. എൻ്റെ ഹസ്ബൻഡിന് ആകെപ്പാടെ ടെൻഷനായി. ഒന്നും എല്ലാ അറ്റത്ത് വരെ വരും. അത് കഴിയുമ്പോൾ അത് കയ്യിൽ നിന്ന് ലാൻഡ് ലോർഡ് പറയും, ഞങ്ങൾ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അത് തള്ളിക്കളയും. അങ്ങനെ ഇരിക്കെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് ഓൺലൈനിൽ ഉടമ്പടി എടുക്കുക.
അപ്പം ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു, അമ്മ എനിക്ക് പേടിയാണ്, എന്നെക്കൊണ്ട് നിറവേറാൻ പറ്റുമോ എന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, നീ എന്തായാലും പ്രാർത്ഥിക്കും, നിനക്ക് മാതാവ് തന്നെ തോന്നിപ്പിച്ച് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് ഞാനപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി അച്ഛൻ്റെ ധ്യാനവും എല്ലാം ഞാൻ ഇങ്ങനെ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ദിവസമാണ് എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ ഫ്ലോറിൽ കടന്ന് കൃപാസന കാശുരൂപം കടന്നു കിട്ടി. അത് ഹസ്ബൻഡ് കൈവച്ച് എന്നോട് പറഞ്ഞു, എനിക്ക് ഒരുപാട് സന്തോഷമായി, മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടി. പക്ഷെ എന്നാലും ഞാൻ ഉടമ്പടി എടുക്കണം എന്നൊരു ചിന്ത എനിക്ക് മനസ്സിൽ വരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വീടിൻ്റെ കാര്യം ഒന്നും ശരിയാതെ ഭയങ്കരമായിട്ട് എനിക്ക് മനപ്രയാസം കയറിയ ദിവസം, അടുത്ത ദിവസം രാവിലെ ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാൻഡ്, കുഞ്ഞൊരു ഫോട്ടോ സ്റ്റാൻഡ് എനിക്ക് കടന്നു കിട്ടി. എവിടെ നിന്നാന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. അതെനിക്ക് മാതാവ് എനിക്ക് വേണ്ടി മാതാവ് തന്ന പോലെയായിരുന്നു. അത് തന്നതും ഞാൻ ഉടനെ അമ്മേനെ വിളിച്ചു പറഞ്ഞു, അമ്മേ എനിക്ക് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ സ്റ്റാൻഡ് കിട്ടി, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞാൻ കരഞ്ഞാണ് എൻ്റെ അമ്മയോട് പറഞ്ഞത്. അപ്പം അമ്മ പറഞ്ഞു, എടി നീ ഉടമ്പടി എടുക്കാൻ വേണ്ടി നിന്നെ മാതാവ് കാണിച്ചു തരുന്നതാണ്, നീ ധൈര്യമായിട്ട് ഉടമ്പടി എടുക്കണം, മടിച്ച് നിൽക്കണ്ട, ഇനി നീ ലേറ്റ് ആക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മെയ് 26-ന് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഇങ്ങനെ ഉടമ്പടി എടുത്ത സാഹചര്യത്തിൽ ഞാൻ അതുപോലെ തന്നെ ഇവിടുന്ന് പറഞ്ഞിരിക്കുന്ന നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ പറ്റുന്നതുപോലെ ജോലിക്ക് പോകുന്ന വഴിക്ക് ഞാൻ ജപമാല ചൊല്ലുകയും ബൈബിൾ എന്നും വായിക്കുകയും കൃപാസന പ്രാർത്ഥന മുടക്കാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കാതെ ചെല്ലുകയും ഉടമ്പടി പ്രാർത്ഥന എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എനിക്ക് 15 എന്ന് പറഞ്ഞൊരു നമ്പർ എനിക്ക് മാതാവ് കാണിച്ചു തന്നു. പക്ഷേ ഏത് മാസമാണെന്നോ ഏത് വർഷമാണെന്നോ അങ്ങനെ ഒന്നും എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. എന്തായാലും ജൂൺ മാസം അവിടുത്തെ ലാൻഡ് ലോർഡ് പറഞ്ഞിരിക്കുന്ന മാറണമെന്നാണ്. എനിക്ക് എന്ത് ചെയ്യുമെന്നറിയത്തില്ല. ഞാൻ അപ്പം എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് 15 കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഹസ്ബൻഡും പറഞ്ഞു, മുട്ടിപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ ജൂലൈയിൽ എനിക്ക് ജൂൺ അവസാനമായപ്പോൾ തന്നെ ഞങ്ങളുടെ ലാൻഡ് ലോർഡ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 1 മാസം കൂടെ നീട്ടിത്തരാം, നിങ്ങൾ നോക്കിക്കോ, കുഴപ്പമില്ല, 1 മാസം കൂടെ നീട്ടിത്തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ജൂലൈ ആദ്യമായപ്പം ഞങ്ങൾ ഇത്രയും നാളായിട്ടും കണ്ടതിൽ ഏറ്റവും നല്ല വീട് ഞങ്ങൾക്ക് മാതാവ് ശരിയാക്കി തരികയും ജൂലൈ 12-ാം തീയതി ഞങ്ങൾക്ക് ആ വീടിൻ്റെ എഗ്രിമെൻ്റ് എഴുതാൻ സാധിക്കുകയും അതിനുശേഷം ജൂലൈ 15-ാം തീയതി ഞങ്ങൾ ആ വീട്ടിലേക്ക് മാറുകയും ചെയ്തു. മാതാവ് കാണിച്ചു തന്ന അതേ നമ്പർ അതേ ഡേറ്റിലാണ് എനിക്ക് ഞങ്ങൾക്ക് വീട് കിട്ടിയത്. മാതാവ് തന്ന അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അത്രയും അനുഗ്രഹമാണ് മാതാവ് തന്നിരിക്കുന്നത്. അതിനുശേഷം ഇതിനൊക്കെ പുറമെ എനിക്ക് എൻ്റെ ആരോഗ്യം, ഞാൻ UK ചെന്നപ്പോൾ തൊട്ട് എൻ്റെ ആരോഗ്യം ഭയങ്കര മോശമായി തുടങ്ങിയിരുന്നു. പഠിത്തമൊക്കെ ഒരു വിധത്തിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ ജനുവരി 2024 ജനുവരിയിൽ എൻ്റെ ആരോഗ്യസ്ഥിതി ഭയങ്കര മോശമാവുകയും എൻ്റെ പീരിയഡ്സ് നിൽക്കാത്ത സിറ്റുവേഷൻ വരികയും ചെയ്തു. 30 ദിവസമൊക്കെ നീണ്ടു നിന്ന പീരിയഡ്സ് 5 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും പീരിയഡ്സ് സ്റ്റാർട്ടാവുകയും ഇങ്ങനെ പീരിയഡ്സ് കണ്ടിന്യൂസ്ലി വരാൻ ഉള്ള ഒരു സിറ്റുവേഷനായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോയി, ടയേർഡായി, മൂഡ് സ്വിങ്സ് എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യം. അങ്ങനെ ഇരിക്കുകയാണ് ഉടമ്പടി എടുത്ത ശേഷം, ഞാൻ ഉടമ്പടി എടുത്തെന്നറിഞ്ഞ് എൻ്റെ ആൻറ്റി UK വന്നപ്പോൾ എനിക്ക് കൃപാസന തൈലവും ഉപ്പും തേനും കൊണ്ടുവന്ന് തന്നു. ആ തന്ന അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കാര്യമുള്ളത്, ഞാൻ
ഈ ഒരു രോഗത്തിന് വേണ്ടി ചികിത്സിക്കാത്ത സ്ഥലമില്ല. ഞാൻ UK ചികിത്സ NHS ട്രീറ്റ്മെൻറ്റിൽ അവരെല്ലാം കോണ്ടാക്ട് ചെയ്തു. അവരൊക്കെ പറഞ്ഞത് എനിക്ക് ഡയറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അല്ലാതെ മരുന്ന് തരാൻ പറ്റത്തില്ലെന്നാണ്. അപ്പോൾ എൻ്റെ അവിടുത്തെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് എൻ്റെ പേരൻസിനോട് സംസാരിച്ച് ഞാൻ ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കൺസൾട്ടൊക്കെ ചെയ്തു. അവരെനിക്ക് മരുന്ന് അയച്ചൊക്കെ തന്നു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ഒരു രീതിയിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ ഒരു റിസൾട്ടും വന്നില്ല. അവസാനം ഞാൻ തീരുമാനിച്ചു, ഉടമ്പടി എടുത്ത ശേഷം എനിക്കൊരു ധൈര്യമായി. എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്, ഒരിക്കലും കൈവിടത്തില്ല. പിന്നെ എന്തിനാണ് ഈ മരുന്നൊക്കെ ഞാൻ ഈ കഴിച്ചിട്ട് ഒരു ഉപകാരമില്ലാത്ത മരുന്ന് ഈ കഴിക്കുന്നത്? ഞാൻ മരുന്ന് കഴിപ്പ് നിർത്തി. ആ സമയങ്ങളിലാണ് എൻ്റെ ആൻറ്റി വന്ന് എനിക്ക് ഈ കൃപാസന തൈലവും ഉപ്പും തേനും തരുന്നത്. ഞാൻ അന്ന് തൊട്ട് ആ തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് തുടങ്ങി. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. 3-ാം പൊക്കം എൻ്റെ പീരിയഡ്സ് നിന്നു. ഞാൻ പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം പ്രാപിച്ചു. അത് പിന്നെ ഇന്നേ വരെ ഞാൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. എനിക്ക് പീരിയഡ്സിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. എല്ലാം നോർമലായി. അത് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും അറിയത്തില്ല. പക്ഷേ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു പ്രാവശ്യം മാതാവിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ മാതാവ് പിന്നെ നമ്മളെ പിടിവിടത്തില്ല, നമ്മളെ ചേർത്ത് പിടിക്കും. എൻ്റെ മാതാവിന്, എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി.